അതാണ് പ്രധാനം. ഇപ്പോൾ വിനേഷ് അത് തന്നെയാണ്. കാരണം ഇനിയും ഒരു സാധ്യത ഒന്നും മുന്നിൽ തെളിയാത്ത പശ്ചാത്തലമാണ്. ഇന്ന് രാവിലെ ദൗത്യം തുടരുമ്പോഴും നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഈശ്വർ ഭാഗത്ത് നിന്നൊരു ശ്രമം ഉണ്ടാകുമെന്നും ഒരുപക്ഷെ ലോറിയിലേക്കെങ്കിലും എത്തും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ അതും അവസാനിച്ച സ്ഥിതിക്ക് ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യമല്ലേ മുന്നിലുള്ളത് വിനേഷ്? തീർച്ചയായും എന്ത് ചെയ്യാൻ കഴിയും എന്നിനി പറയാൻ കഴിയില്ല. കാരണം ദൗത്യം ഏറെക്കുറെ രക്ഷാദൗത്യം അവസാനിപ്പിക്കാൻ തന്നെയാണ് കർണാടകയുടെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി കൂടുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഡ്രഡ്ജിങ് എങ്ങനെ നടത്തും പുഴയിൽ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ കുത്തിയൊഴുക്കിൽ അത് സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ അത് കഴിയും. അതിന് പക്ഷേ കർണാടക അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒക്കെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ കർണാടക തയ്യാറായില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും 6:30 യോഗത്തിൽ തീരുമാനമാവും. എന്തായാലും 6:30 യോഗത്തിൽ MLA മാരും അതുപോലെ തന്നെ മന്ത്രി AK ശശീന്ദ്രനും ഒക്കെ പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ AK ശശീന്ദ്രൻ അതിനു മുമ്പ് പോവും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. അതിനു മുമ്പ് അദ്ദേഹത്തിന് തിരിച്ച് കേരളത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം പങ്കെടുക്കും, അല്ലെങ്കിൽ MLA മാർ പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്ന് ഒരു അന്തിമ തീരുമാനം അതിലുണ്ടാവും. നാളെ മുതൽ ദൗത്യം തുടരേണ്ടതുണ്ടോ അതോ പൂർണ്ണമായും മഴ മാറിയ ശേഷം ഈ ഗംഗാവലി നദിയിലുള്ള ഒഴുക്ക് കുറഞ്ഞതിന് ശേഷം ഇത് പരിശോധിച്ചാൽ മതിയോ, ലോറി ഉണ്ടോ എന്നുള്ള കാര്യത്തിലുള്ളൊരു തീരുമാനം എന്തായാലും 6:30 ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാർവാർ MLA നേതൃത്വത്തിലാണ്. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും, ജില്ലാ കലക്ടറും പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കാർവാറിൽ വെച്ചാണ് ഈ യോഗം നടക്കുക. കാർവാറിൽ വെച്ചാണ് യോഗമുണ്ടാകുക എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ഡോൾഫിൻ രതീഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ കാര്യം വ്യക്തമായിരുന്നു ഏതാണ്ട്. അതായത് വലിയ ശക്തമായ കുത്തൊഴുക്കാണ്. ഈ സംഘത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും, അൽപേ സംഘത്തിന് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നുവല്ലോ. എന്താണിപ്പോൾ ഈ ദൗത്യം അവസാനിക്കുമ്പോൾ തോന്നുന്നത് രതീഷ്? അല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് അവിടുത്തെ ഈ പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മളിപ്പം അവിടുത്തെ പ്രാദേശിക ഡൈവിംഗ് ടീമിനെ തന്നെ അവസാനമായ ഒരു അടിസ്ഥാനത്തിൽ അവർ നോക്കിയത് തന്നെ പ്രശ്നം വെച്ചാൽ നമുക്ക് ഇനി അങ്ങനെ ഒരു ടീം വന്നിട്ട് അവിടെ അവരെ ഇറക്കിയില്ല, ഇല്ലെങ്കിൽ നമുക്ക് ഡൈവ് ചെയ്ത് നോക്കാൻ പോലും അനുമതി കൊടുത്തില്ല എന്നൊരു ഒരു പേരുദോഷം വരാൻ സാധ്യതയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് MLA മുൻകൈ എടുത്ത് അത് അവര് ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് നിരവധി റെസ്ക്യൂ ഓപ്പറേഷൻസിൽ പങ്കെടുത്ത ആ വെള്ളവും അവിടുത്തെ അതിന്റെ ഭൂമിപരമായിട്ടുള്ള ഘടനയെല്ലാം വ്യക്തമായി അറിയാവുന്ന ടീമിനാണ് അവസാനം നമുക്ക് നേവി ഈ പറയുന്ന പോലെ ആൾക്കാർ ഇറങ്ങാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഇറക്കി നോക്കിയത്. തുടക്കത്തിൽ തന്നെ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, റോപ്പ് വരെ പൊട്ടി അദ്ദേഹം പോകുന്നത്. പക്ഷെ റോപ്പ് പൊട്ടുന്നതല്ല, ചിലപ്പോൾ ഡൈവറിന് നമുക്ക് ഒരു മിസ്സിംഗ് ആവും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവന് തന്നെ പ്രശ്നമാവുന്ന സമയത്ത് തന്നെ നമ്മൾ നൈഫ് വെച്ചിട്ട് സാധാരണ റോപ്പ് കട്ട് ചെയ്ത് എസ്കേപ്പ് ആകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം ഈ പലതവണ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനി വലിയ ട്രെഡ്ജറാണ് കൊണ്ടുവരേണ്ടത്. നമുക്ക് അവിടെ ഒരു ഫ്ലോട്ടിംഗ് സംവിധാനം കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് അവിടെ എനിക്ക് തോന്നുന്നില്ല പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഒരിക്കലും ഒരു ഡൈവറിനെ നമുക്ക് താഴേക്ക് വിടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് ദൗത്യ തലവൻ പറഞ്ഞതുപോലെ നമുക്ക് അവിടെ ഈ വലിയ ട്രെഡ്ജറിനകത്ത് നീളം ഉള്ള നീളത്തെ ആഴത്തിലേക്ക് പോകാൻ പറ്റുന്ന JCB-കളുടെ ഒരു സഹായം തേടണമെന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഈ പറയുന്ന സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ കഴിയും. അപ്പം ഈ JCB വെച്ചിട്ട് നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനകത്ത് ഈ ലോഹത്തിന്റെ ആയാലും അതിൽ പാറയാണെങ്കിലും ഈ പറയുന്ന അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ മലയോടൊപ്പം നിരവധി വൻമരങ്ങളും ഈ പറയുന്ന അവിടുത്തെ ഈ കമ്പികളും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഒരു പ്രതിസന്ധി തന്നെയാണ്. തീർച്ചയായും ഇപ്പൊ പറയുന്ന ഇനി വരാനിരിക്കുന്നത് വലിയൊരു മഴയാണെന്നും പറയുന്നു. അപ്പം ഒഴുക്കിന്റെ ശമനം ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. പക്ഷെ മാൻ പവർ ഉപയോഗിക്കേണ്ടത് മാൻ പവറും ടെക്നോളജീസ് ഉപയോഗിക്കേണ്ടത് ടെക്നോളജീസും തന്നെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പം ദൗത്യസംഘം എന്താണ് തീരുമാനിക്കുക? കാര്യം ഒരു ഡൈവർ എന്ന നിലയിൽ എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഒരിക്കലും ഈ പറയുന്ന ഒരാളെ ഇറക്കി അവിടെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഡൈവിംഗ് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കാര്യം നമുക്ക് അത് തന്നെ നമുക്ക് തെളിയിച്ചു കഴിഞ്ഞു. കാര്യം നേവിക്ക് ഇറങ്ങാൻ 3 നോട്ട് വരെ 3 നോട്ട് കഴിഞ്ഞാൽ നേവി ഒരു സ്ഥലത്തും ഇറങ്ങില്ല. കാര്യം അവിടുത്തെ ഒരു ഡൈവറിനെ അവർ വർഷങ്ങളോളം പരിശീലനം നടത്തിയിട്ടാണ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പം
അപ്പൊ ഈ പല സ്ഥലത്തും പക്ഷെ നമുക്കിപ്പോ പ്രാദേശികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ആ പ്രാദേശികമായിട്ടുള്ള ഡൈവിംഗ് ടീമിനെ നമുക്ക് അവിടെ ഇറക്കുക എന്നുള്ളത്. പക്ഷെ അവരും അതിനകത്ത് പരാജയപ്പെട്ട സ്ഥിതിക്ക് എന്താ ഇനിയിപ്പോ മുന്നോട്ടുള്ള കാര്യം അതെ അതെ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണല്ലോ രതീഷ് പ്രശ്നം. ഇനി എന്ത് എന്നുള്ള കാരണം ഈ 13ാമത്തെ ദിവസമായി ഇന്ന് രാവിലെയും ഈ മാൽപേ സംഘത്തിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മുടെ യാന്ത്രികമായ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെടുന്നു, മനുഷ്യശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നു. അപ്പോൾ ഇനി ഈ മഴയും ഈ പറഞ്ഞതുപോലെ അടിയൊഴുക്കുമൊക്കെ അവസാനിക്കുന്നവരെ കാത്തിരിക്കുക, മറ്റൊരു മാർഗവുമില്ല അല്ലേ? അല്ല, നമുക്ക് ഈ പറഞ്ഞ എന്താ പറയാ ഈ സംഭവം ഈ പറഞ്ഞ എന്തുവാ പറയുന്നത് ആ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഈ പറയുന്ന JCB ഘടിപ്പിച്ചിട്ട് അവിടെ ഈ പറയുന്ന സാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഇന്നലെ ദൗത്യസംഘം. അത് പോസിബിൾ ആയിട്ടൊരു കാര്യമാണ്. കാര്യം നമ്മൾ കരയിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടതാണ് ആഴങ്ങളിലേക്ക് JCBയുടെ കൈകൾ പോയിട്ട് അവിടെ നിന്ന് തുറന്ന് എടുക്കുന്നത്. അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് നിലവിൽ ഒരു ലാൻഡ് ഉണ്ട് അവിടെ, ഈ പറഞ്ഞ അതിന്റെ ഈ മണ്ണ് വീണിട്ടൊരു ലാൻഡ് ഉണ്ട്. അവിടെയും വേണമെങ്കിലും JCB കൊണ്ടുവന്നിട്ട് അതിന്റെ ആ ചുറ്റും ആ സൈഡ് ചുറ്റും നമുക്ക് ഈ പറയുന്ന സംവിധാനം നോക്കാവുന്നതാണ്. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആകുമെന്നുള്ള കാര്യം അവിടെ നിൽക്കുന്ന അവരാണ് അതിന്റെ തീരുമാനം എടുക്കേണ്ടത്. ശരി, നന്ദി. മുങ്ങൽ വിദഗ്ധനായ ശ്രീ ഡോൾഫിൻ രതീഷാണ് നമ്മോട് സംസാരിച്ചത്. ഏതായാലും ഇനിയും കാത്തിരുന്ന് കാണേണ്ടി വരും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കാരണം ഇന്ന് 6:30 മണിക്ക് ഒരു ഉന്നതതല യോഗം അവിടെ ചേരുന്നുണ്ട്. ആ യോഗത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ദൗത്യം തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വലിയ പ്രതിസന്ധിയാണ്. കാരണം ഈ മാൽപേ സംഘം കൂടി മടങ്ങുമ്പോൾ പ്രാദേശികമായി ഇത്രയധികം സ്വാധീനമുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു സംഘത്തിന് കൂടി ഈ ദൗത്യം ദുഷ്കരമാകുമ്പോൾ ഇനി എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. വാട്ട് നെക്സ്റ്റ് എന്ന ചോദ്യമാണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും പിന്മാറുന്ന ഘട്ടവും പശ്ചാത്തലവും ഒക്കെയാണ്. ഒരു തരത്തിലും ആർക്കും ഇറങ്ങി അവിടെ താഴെ ഇറങ്ങി അടിവശത്ത് ഇറങ്ങി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയുണ്ട്. മാൽപേ സംഘത്തിനും ഉണ്ടായ പ്രതിസന്ധി അതുതന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മാൽപേ സംഘവും മടങ്ങുകയാണ്. TG സയ്യിദ്